ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ക്യൂട്ട്നെസ് ഒക്കെ വരുന്നത് എങ്ങോട്ട് പോവാ, ഒരു എൻഗേജ്മെന്റ്. ഇന്ന് നമ്മളവിടെ കോമ്പോടിക്ക് ആളെ എന്റെ വണ്ടി കൂടെ ഉണ്ട്. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് അളിയന്റെ വണ്ടിയോട്ട് വലിഞ്ഞാറി. ഇവിടെ പിന്നെ സ്വന്തം വസ്തു ഉണ്ട്, ആരും പറയാനൊന്നുമില്ല. അങ്ങനെ നേരെ ഇഷാക്ക വണ്ടി ഓടിക്കുന്നുണ്ട്. ഇഷാക്ക യൂട്യൂബറാണ്. നമ്മളെ ഗവൺമെന്റ് റോഡാണ്, മുളർച്ചോടെ മാങ്ങയും പറിച്ചു നമ്മൾ സ്പോട്ട് ഇനി വണ്ടി ഒതുക്കൽ പരിപാടിയാണ്. അങ്ങനെ നമ്മളെല്ലാം കറക്റ്റ് ചെയ്ത് സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് വണ്ടിയൊക്കെ ഒതുക്കിയ ഇനി അടുത്ത് നമ്മളുള്ള കുണപ്പാണ്. ഒരുമിച്ച് കൂടിച്ചേർന്ന് ആരെങ്കിലും ഒരാളെ എയറിലാക്കണം. പതിനത്തെ രാസമായിരുന്നു. പിന്നീടാണ് വലിയ സത്യം മനസ്സിലായി. കല്യാണോട്ടെന്ന് പറഞ്ഞു വന്നത്. എവിടെ വന്നപ്പോഴാണ് എൻഗേജ്മെന്റ് കയ്യിലെ കൊടുക്കേ. തന്നെ കൊടുക്ക പറഞ്ഞാൽ തിരിച്ചിട്ടുന്ന സത്യമായിരുന്നു. അതെങ്കിൽ എനിക്കും കിട്ടി. കിട്ടിയതെല്ലാം വാങ്ങിച്ച് ആളെ കയറ്റി നമ്മളവിടെ നിന്ന് ഇറങ്ങി. ഫോണോയ്ക്ക് ഐസിക്കാരന്റെ കാക്കാന്റെ പൂക്കിയും കണ്ട് വാപ്പായം കണ്ട് നമ്മള് പിന്നെ അവിടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ആശിക അവിടെ നിന്ന് പറഞ്ഞു. പിന്നെ ആശിക്കിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആശിക്കിനെ സ്വീകരിച്ചു. അങ്ങനെ നമ്മള് കാര്യം പറഞ്ഞിട്ട് വെളിയിൽ നിന്ന് ഹലോ കാഴ്ച വിളിയും വിളിച്ചോണ്ട് പറഞ്ഞിട്ടുണ്ട്. ആരാണ് കാഴ്ച നമ്മളെ വേറെ കാഴ്ച ഇവനാ റീൽസ് ഓളി അമല്. അതും കഴിഞ്ഞ് വന്നപ്പോ എവിടുന്നോ പിന്നെ കറങ്ങി തിരിഞ്ഞ് സോജും പറഞ്ഞെത്തി. എല്ലാം പിന്നെ ഒരുമിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും വലിയ നടക്കും. അതുകൊണ്ട് എല്ലാവർക്കും ഒരു ഉമ്മയും കൊടുത്ത് നമ്മൾ പറഞ്ഞിട്ട് അവരെല്ലാം. അങ്ങനെ നേരെ നമ്മൾ വണ്ടി എടുത്ത് നമുക്ക് എൻട്രി ഇടാൻ വേണ്ടിയിട്ട് ഫോർച്യൂണർ BMW ഒക്കെ ഉണ്ട്. അങ്ങനെ നമുക്ക് അതിന്റെ മാസമൊന്നും ഇല്ല. അങ്ങനെ നേരെ സ്പോട്ട് തേസ് ഇവിടെ എത്തിയ പിന്നെ നമ്മളെ അടുത്ത് ഓടണം. വണ്ടി ഒതുക്കി നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഇവിടെ മാക്കൃത്തരം വെളിത്തരം കാണിച്ച് നമ്മളെ ടേബിൾ കണ്ടിട്ടില്ലാത്ത സാധനം ടേബിൾ ഇരിക്കുന്നത് പച്ച കളറിലൊക്കെ ഉണ്ടത്തപ്പം. അങ്ങനെ ഫുഡൊക്കെ വെച്ച് നേരെ തിയേറ്റർ ആംബിയൻസിൽ നമ്മൾ എൻഗേജ്മെന്റ് കാണാനെന്ന് പറഞ്ഞ് കയറുന്നതേ ഉള്ളൂ. ഇവിടെ പിന്നെ അവരെ വട്ടത്തിൽ ഊക്കലാണ് പരിപാടി. അങ്ങനെ അവരെ ഊക്കി കഴിഞ്ഞ് ഇവിടെ ജിഷാകാര ടീമിന്റെ നേതൃത്വത്തിൽ പൂക്കിക്കളിയൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ നിറങ്ങി. അങ്ങനെ അവരെ കൊണ്ടിട്ട് നമ്മൾ വണ്ടി കൊണ്ട് ഗ്യാരേജിൽ കൊണ്ടുപോയി തീർന്നപ്പോൾ ഇവിടെ ദാസ് വണ്ടി കഴുകി കഴിഞ്ഞായി. അങ്ങനെ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും. ബൈ ബൈ.